إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷമാണ് വല്ലപ്പോഴും വല്ലരും അല്ലെങ്കിൽ എപ്പോഴും ആരെങ്കിലും നമ്മളൊരു കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒരു വീട്ടിക്കൂടലിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ വിളിച്ചാൽ ആ വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ചൊരു ആശ്വാസവും ഒരു സന്തോഷവുമായിരിക്കും. ആ പരിപാടിക്ക് പങ്കെടുക്കുക എന്നുള്ളത് അതിനേക്കാൾ ഏറെ സന്തോഷമുള്ള സംഗതിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മെ ക്ഷണിച്ച ഒരു സംഗതിയുണ്ട്. അള്ളാഹു നമ്മെ ക്ഷണിക്കാം. എത്രമാത്രം സന്തോഷകരമുണ്ടാകേണ്ട സാഹചര്യവും അവസ്ഥയുമാണുള്ളത്. അള്ളാഹു എവിടത്തേക്കാണ് നമ്മളെ ക്ഷണിച്ചത്? ഏതിലേക്കാണ് നമ്മളെ ക്ഷണിച്ചത്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക്, ഭവനത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുകയാണ്. നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ കല്യാണത്തിൽ പോയാൽ തന്നെ ചിലപ്പം വിചാരിക്കും വെറുതെ വന്നേ വരണ്ടായിരുന്നു. കാരണം ആകെ അലങ്കോലമായിട്ടുള്ള ചില പരിപാടികളുണ്ടാവും, പാട്ടും മ്യൂസിക്കും, ഒരു നമ്മൾ അവിടെ എത്തിയാൽ ഒരു മെയിൻറ്റെയിൻ ചെയ്യാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇവിടെ വരണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയാണോ? അല്ല. സമാധാനത്തിൻ്റെ ഭവനം, അവിടെ എത്തിയ ഒരു സമാധാനമാണ്, എന്തെന്നില്ലാത്ത സമാധാനം. അതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിക്കുന്നത്. അത് ദുനിയാവിൽ തന്നെ അതിൻ്റെ അനുഭൂതികൾ ലഭ്യമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ. നമ്മുടെ റബ്ബ് അല്ലാഹു ആണെന്ന് ദൃഢമായി പ്രഖ്യാപിച്ച ആൾക്കാർ സുമ്മസ്തഖാമു, കേവലം പ്രഖ്യാപനമല്ല, ഉറച്ചു നിന്ന് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കൾ ഇറങ്ങുമെന്നാണ്. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ബേജാറൊന്നാകണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തീ കുന്തും തുഅദൂൻ, സ്വർഗത്തെപ്പറ്റി നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെ പറ്റി നിങ്ങൾ സന്തോഷം അടഞ്ഞു കൊള്ളുക എന്ന. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, നമ്മൾ ദുനിയാവിലും പരലോകത്തിന്റെ നിങ്ങളെ സഹായികളാണ്. മലക്കൾ പറയാണ് വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ, അതെ, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെയും നമ്മുടെ മനസ്സുകൾ കൊതിക്കുന്നതൊക്കെയും അവിടെ വെച്ച് ലഭ്യമാണ്. അങ്ങനെയുള്ള സ്വർഗം, നമുക്ക് എന്താണ് ഇഷ്ടം അതൊക്കെ അവിടെയുണ്ട്. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതൊക്കെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം,
ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സൽക്കാരം അത്രയത്. സ്വർഗം എന്ന് പറഞ്ഞതാ അള്ളാഹുവിൽ നിന്നുള്ള സൽക്കാരമാണ്. ആ സൽക്കാരത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ക്ഷണിച്ചത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക്. നമുക്ക് ടെൻഷനാണ്, എന്തുണ്ടായാലും പലപ്പോഴും മനസ്സിൻ്റെ അടുക്കൽ പിരിമുറുക്കമാണ്, പ്രയാസമാണ്. എല്ലാ വിഭവങ്ങളും ഉണ്ടാവും, ഭൗതികമായ എല്ലാ സാഹചര്യവും ഉണ്ടാവും. എന്നാലും ഇടയ്ക്കിടെ നമ്മുടെ മനസ്സുകളിൽ ടെൻഷനും മൂകതകളും വിഷാദങ്ങളും പ്രശ്നങ്ങളും കയറി വരും. എന്നാൽ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് അല്ലാഹു നമ്മളെ ക്ഷണിക്കുകയാണ്. സൽക്കാരമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലക്കും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, വിശ്വസിക്കുകയും സൽപ്രവർത്തനം ചെയ്യുകയും ചെയ്തവർ കാനത്തിൽ ലക്കും, അവർക്കുണ്ട് ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ് സ്വർഗത്തോപ്പുകൾ. സ്വർഗം അവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഇബലാ, അവരതിൽ ശാശ്വതന്മാരായിരിക്കും, ശാശ്വതവാസികളായിരിക്കും. അവരതിൽ നിന്ന് വിട്ടുമാറാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ ഏത് സൽക്കാരത്തിന് പോയാലും കല്യാണത്തിന് പോയാലും വിചാരിക്കും ഇവിടുന്ന് പെട്ടെന്ന് അങ്ങ് കഴിച്ചിലായിക്കില്ലേ, ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചേക്കും. എന്നാൽ സ്വർഗത്തിലോ അള്ളാഹുവിന്റെ സൽക്കാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലകിനല്ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. അതെ, ഈ ദുനിയാവിൽ സൂക്ഷ്മത പുലർത്തി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച ആൾക്കാർ ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട് കേട്ടോ. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതവാസികളാണ്. നുസുലം മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളൊരു സൽക്കാരമാണത്, അള്ളാഹുവിൽ നിന്നുള്ളൊരു പാർട്ടിയാണത്, അള്ളാഹുവിൽ നിന്നുള്ളൊരു ഫംഗ്ഷനാണത്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാകുന്നു പുണ്യവന്മാർക്ക് ഏറ്റവും ഉത്തമമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരന്മാരെ, നമുക്കറിയാം സൽക്കാരത്തിന് പോകുക, അതിലേക്ക് ക്ഷണിക്കപ്പെടുക എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാലോ, വല്ലാഹു യദ്ഉ ഇലൽ ജന്ന, വല്ലാഹു യദ്ഉ ഇലൽ ജന്ന, അല്ലാഹു ക്ഷണിക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക്. വൽ മഗ്ഫിറതി ബിഇസ്നി, അവന്റെ ഇതമനുസരിച്ചുള്ള പാപമോചനത്തിലേക്കും. അവൻ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിന്റെ സൽക്കാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലക്കും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. എന്നാൽ അവർ പ്രവർത്തിച്ചിട്ടുള്ളതിന്റെ പ്രതിഫലമായിട്ടാണ് കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒരാൾക്കും അറിയാവുന്നതല്ല. എന്തെല്ലാം കാര്യം, ഓരോ കാര്യത്തിലും നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ, കൺകുളിർപ്പിക്കുന്ന കാര്യങ്ങൾ, അതൊരാൾക്കും അറിയാവുന്നതല്ല. അത്രമാത്രം വിഭവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദത്തുൽ ഇബാദി സാലിഹീൻ, അതേ സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. മാലാ അയ്യുൻ റാത്ത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദുനുൻ സമീഅത്, ഒരു ചെവിടും കേൾക്കാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയനും ഭാവനയിൽ പോലും കൊണ്ടുവരാത്തത്ര, ഒരാൾക്കും ചിന്തിക്കാൻ വേണ്ടി പറ്റുകയില്ല. അത്രമാത്രം സംഗതികൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലക്കും മിൻ ഖുർറത്തി അഅ്യുനിൻ, അതെ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൺകുളിർപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ സഹോദരന്മാരെ? അവിടെ കാഷ്ടമില്ല, മൂത്രമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അതുപോലെ തന്നെ കഫമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ലക്കും മൻ തഹ്യൂ ഫലാ തമൂതു അബദാ, അവിടെ എപ്പോഴും ജീവിതമാണ്, ഒരിക്കലും മരണമില്ല. വഇന്ന ലക്കും മൻ തശിബൂ ഫലാ തഹ്റമൂ അബദാ, എപ്പോഴും യുവത്വമാണ്, ഒരിക്കലും വാർദ്ധക്യമില്ല. വഇന്ന ലക്കും മൻ തൻഅമൂ ഫലാ തബ്തഈസൂ അബദാ, എപ്പോഴും അനുഗ്രഹത്തിലാണ്, ഒരിക്കലും അവർക്ക് എന്തില്ല, നിരാശയില്ല, ടെൻഷനില്ല, മൂകതകളില്ല, കുറ്റപ്പെടുത്തലില്ല, മുറിവുകളില്ല, വേദനകളില്ല.
അതാണ് എപ്പോഴും അവരെന്താണ്, അവർ അനുഗ്രഹത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയെന്ന വനൂദു, അവരോട് വിളിച്ചു പറയപ്പെടും, അൻ തിൽകുമുൽ ജന്ന, അതാണ് സ്വർഗം, ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ, അതെ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ അവകാശികളാണത്. നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് എന്താണ് പ്രവർത്തിച്ചത്, അതിന്റെ അവകാശികളാണ് അതെന്നാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തിയപ്പോ വെറും ജന്ന 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 എന്നല്ല പറഞ്ഞത്, മറിച്ച് പല പേരുകൾ കൊണ്ടും അത് വിളിച്ചു. ഇപ്പൊ മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, അതേ തഖ്വയുള്ളവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് സ്വർഗം, ജന്നത്ത്, തോട്ടം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കാനത് ലക്കും ജന്നാത്തുൽ ഫിർദൗസി നുസുല. അതുപോലെ തന്നെ ജന്നത്തുൽ ഫിർദൗസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്തു, ജന്നത്തുൽ ഫിർദൗസ്. അതുപോലെ തന്നെ ദിക്ർ, വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, ഉത്തമമായ സ്ഥാനം. ജന്നാതി അദിനിൻ, ജന്നത്തു അദിൻ എന്ന് പറഞ്ഞ സ്ഥിരവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകൾ. മുഫത്തഹത്തുൽ ലഹുമുൽ അബ്വാബ്, അവർക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള, കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള. ഇപ്പൊ ജന്നത്തു അതിൻ സ്ഥിരവാസത്തിന്റെ സങ്കേതം എന്ന് അഭിസംബോധന ചെയ്തു. അതുപോലെ തന്നെ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ലഹും ജന്നാത്തുൻ നഈം, ജന്നത്തുൻ നഈം എന്ന് പറഞ്ഞാൽ സുഖാനുഭൂതികളുടെ സ്വർഗ്ഗത്തോപ്പുകൾ. ഖുൽ അദാലിക ഖൈർ, അതാണോ നിങ്ങൾക്ക് ഉത്തമം, അം ജന്നത്തുൽ ഖുൽദ്, ശാശ്വതവാസത്തിന്റെ സ്വർഗമാണോ എന്ന് പറഞ്ഞാൽ എന്താ, ശാശ്വതവാസത്തിന്റെ സ്വർഗം. അല്ലത്തി വഅദൽ മുത്തഖൂൻ, ധർമ്മനിഷ്ഠ പാലിച്ചവർക്ക്. കാനത്തുൽ ലക്കും ജസാഅൻ വ മസീറ, ഒത്തുചേർന്നതിനുള്ള സ്ഥലം, ചെന്നു ചേരാനുള്ള സ്ഥലം, അത് അവർക്കുണ്ട്, അതായത് ഉത്തമമായ പ്രതിഫലമുണ്ട് എന്നിങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത പേരുകളിൽ. ഇപ്പൊ ജന്നത്തുൽ മഅ്വ, അമ്മല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ, താമസിക്കാനുള്ള സ്വർഗ്ഗത്തോപ്പുകൾ. വിശ്വസിക്കുകയും സൽപ്രമം പ്രവർത്തിക്കുകയും ചെയ്ത ആൾക്കാർക്ക് ആതിഥ്യമായിക്കൊണ്ട് അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞതാണ് ലഹും ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം. ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിന്റെ വലി അതാരാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന്. സഹോദരന്മാരെ, സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി സ്വർഗത്തിലേക്ക് ആരാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഇപ്പൊ നമ്മളൊക്കെ ഒരു കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോയാൽ അതിന്റെ കവാടത്തിലെ വീട്ടുനാഥനോ ഗ്രഹനാഥനോ ഒക്കെ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന ചെറുക്കനൊക്കെ സ്വീകരിക്കാനുണ്ടാവും. സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നത് ആരാണ്? ഇത് മലക്കുകളാണ്. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊ ഫുതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ. വസീകല്ലദീന തഖൗ റബ്ബഹും, അവരുടെ റബ്ബിൽ സൂക്ഷ്മത പാലിച്ച് ജീവിച്ച ആൾക്കാർ അവർ നയിക്കപ്പെടും. ഇലൽ ജന്നത്തി സുമറാ, കൂട്ടം കൂട്ടമായിക്കൊണ്ട്. ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ, അങ്ങനെ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന നിലയിൽ. വഖാല ലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമാണ്. തിബ്തും, നിങ്ങൾ സംശുദ്ധരായിരിക്കുന്നു. ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതമായി ഇതിലേക്ക് പ്രവേശിച്ചോളുന്ന. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളുടെയും അവരുടെ അടുക്കൽ മലക്കുകൾ ചെന്നിട്ട് പറയുമെന്നാണ് സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലം. ദുനിയാവെന്ന് പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ടായിരുന്നു, പല വിഷമതകളും നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ക്ഷമിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പോൾ അന്തിമഗേഹം, അന്തിമമായ ഭവനം എത്ര നല്ലതാണെന്ന്. ഏറ്റവും വലിയ ആ സംഭ്രമം അവർക്ക് ദുഃഖമുണ്ടാക്കുകയില്ല. പരലോകത്ത് എന്ന് പറഞ്ഞാൽ വലിയ വിഷമതകളാണ്, വലിയ പ്രയാസമാണ്, എല്ലാവരും ബേജാറിലും വിഷമത്തിലാണ്. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക്, സ്വർഗവാസികൾക്ക് അവർക്ക് ദുഃഖമുണ്ടാവുകയില്ല. അവരെ മലക്കുകൾ സ്വാഗതം ചെയ്യും, മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യും. ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സംഗതിയാണ് എന്ന് പറഞ്ഞിട്ട് മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുമെന്നാണ്. അപ്പോൾ സ്വർഗവാസികൾക്ക് മുഖപ്രസന്നതയായിരിക്കും. ചില മുഖങ്ങൾ അന്ന് തുടുത്ത് മിനുസമുള്ളതായിരിക്കും.
അതുപോലത്തെ അവയുടെ പ്രയത്നത്തെ പറ്റി തൃപ്തി അടഞ്ഞവരായിരിക്കും. ദുനിയാവിൽ നമ്മൾ പണിയെടുത്തല്ലോ, അധ്വാനിച്ചല്ലോ, അല്ലാഹുവേ, അതിലവർ തൃപ്തി അടഞ്ഞവരായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. മറ്റടുത്ത് പറഞ്ഞു ഇന്നൽ അബ്റാറ ലഫീ നഈം, തീർച്ചയായും സുകൃതവാന്മാർ, ദുനിയാവിൽ പുണ്യം ചെയ്ത ആൾക്കാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും. അലൽ അറായികി യൻളുറൂൻ, സോഫയിൽ ഇരുന്നവർ നോക്കിക്കൊണ്ടേയിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദറത്തൻ നഈം, അവയുടെ മുഖങ്ങൾ സുഖാനുഭവത്തിന്റെ തിളക്കം നിനക്കറിയാം. മറ്റടുത്ത് പറഞ്ഞു വുജൂഹും യൗമഇദിൻ നാളിറ, ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാളിറ, അവ തങ്ങളുടെ റബ്ബിന്റേക്ക് നേർക്ക് ദൃഷ്ടി തിരിച്ചവരായിരിക്കും. വുജൂഹും യൗമഇദിൻ മുസ്ഫിറ എന്ന് കാണാം. അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. വാഹികതൻ മുസ്തബ്ശിറ, ചിരിക്കുന്നവരായിരിക്കും, സന്തോഷം കൊള്ളുന്നവരായിരിക്കും. വഅമ്മല്ലദീന ബിയളത്ത് വുജൂഹും വഫീ റഹ്മത്തില്ലാഹ്, എന്നാൽ മുഖങ്ങൾ വെളുത്തു തെളിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും അവരുണ്ടാവുക. ഫീഹാ ഖാലിദൂൻ, അവരത് ശാശ്വതവാസികളായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ആൾക്കാർ, ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? വിവിധമായ വിഭവങ്ങൾ, വിശിഷ്ടമായ സൗകര്യങ്ങൾ ദുനിയാവിൽ നിന്ന് ഒരിക്കലും ചിന്തിച്ചെടുത്ത് വാർത്തെടുക്കാൻ വേണ്ടി പറ്റാത്തത്രയുള്ള സുഖ സൗകര്യത്തിലാണ് അവർ എത്തിപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ, അതേ നമ്മുടെ ആയാത്തിൽ വിശ്വസിച്ച ആൾക്കാർ, മുസ്ലിമായി നിലകൊണ്ട ആൾക്കാർ, ഇദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും സന്തോഷഭരിതരായി പ്രവേശിക്കൂ എന്ന് അവിടുന്ന് പറയപ്പെടും. യുതാഫു അലൈക്കും ബിസിഹാബിൻ മിൻ സഹബിൻ വഅക്വാബിൻ, അവർക്ക് പാനപാത്രങ്ങൾ ഉണ്ടാവും, സ്വർണ്ണ തളികകൾ ഉണ്ടാവും, അവർക്ക് ചുറ്റും നടക്കപ്പെടും. വഫീഹാ മാ തഷ്തഹീൽ അൻഫുസു വതലസുൽ അയ്യുൻ, മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും അവിടെ ഉണ്ടാവും. മനസ്സുകൾ കൊതിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും അവിടെ ഉണ്ടാവും. കണ്ണുകൾക്ക് ആനന്ദകരമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെയും അവിടെ ഉണ്ടാകും. വഅൻതും ഫിയാ ഖാലിദൂൻ, നിങ്ങൾ അതിൽ ശാശ്വതവാസിയായിരിക്കും. വതിൽകൽ ജന്ന, അതാണ് സ്വർഗം. അല്ലതീ ഊരിസ്തുമുഹാ, നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നത്, നമുക്ക് അവകാശപ്പെടുത്തി തന്നത്. യഥാർത്ഥ വിശ്വാസികൾക്ക്, മുവഹ്ഹിദുകൾക്ക്, അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് ജീവിച്ചവർക്ക് അവർക്കുള്ളതാണ് സ്വർഗം, അവർക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. ലക്കും ഫീഹാ ഫാകിയത്തുൻ കസീറത്തുൻ മിൻഹാ തഅകുലൂൻ, ധാരാളം ഫലഭൂയിഷ്ഠമായ വിഭവങ്ങൾ അവിടെ ഉണ്ടാവും ഭക്ഷിക്കാൻ വേണ്ടി. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സ്വർഗത്തെ പറ്റി വർണ്ണിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം എന്താണ്? അതെന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിനെ ദർശിക്കലാണ്, അല്ലാഹുവിനെ കാണലാണ്. ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യകൂന അല്ലാഹു തബാറക വ തആല തുരീദൂന ശൈഅൻ അസീദുക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം, നാം റെഡിയാണ്. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, അലം തുബയ്യിൽ വുജൂഹനാ, അല്ലാഹുവേ നമ്മുടെ മുഖം നീ വെളുപ്പിച്ചില്ലയോ? അലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചില്ലയോ? വതുനജ്ജിനാ മിനൻ നാർ, നമ്മളെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയില്ലയോ? പിന്നെന്ത് അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? ഫയക്ഷിഫുൽ ഹിജാബ്, അപ്പം മറ നീക്കപ്പെടും. അതിൽ പിന്നെ തങ്ങളുടെ റബ്ബിനെ നോക്കുന്നതിനേക്കാൾ ഇഷ്ടകരമായ യാതൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാവുകയില്ല എന്നാണ്. അള്ളാഹുവിനെ നോക്കുക, അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നതിന് അതിനേക്കാൾ വലിയൊരു ആനന്ദം, ഒരു സായുജ്യം, ഒരു സുഖം അവിടെ ഇല്ല എന്ന്. സഹോദരന്മാർ, അതുകൊണ്ടാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സുഖദരം ചെയ്തവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങളുണ്ട്, ഏറ്റവും ഉത്തമമായ കാര്യമുണ്ട്, ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. വസിയാദ, അതിന്റെ കൂടെ വർധനവുമുണ്ട്. എന്താണ് ഈ വർധനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വർധനവ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കാണലാണ്, അല്ലാഹുവിനെ കാണലാണ്. ലഹും മാ യശാഊന ഫിഹാ വലദൈനാ മസീദ്, അവർക്ക് അവിടെ ഉദ്ദേശിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും,
വലദൈനാ മദീദ്, നമ്മുടെ പക്കൽ കൂടുതലുണ്ട്. എന്താ ഈ കൂടുതലുണ്ട് എന്ന് പറഞ്ഞ തഫ്സീറിൽ കാണാം, അത് അല്ലാഹുവിനെ ദർശിക്കലാണ്. വുജൂഹും യൗമഇദിൻ നാദിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നതയുള്ളതായിരിക്കും. എന്താ? ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് ദൃഷ്ടി തിരിച്ചവരായിരിക്കും. കേട്ടോ, അല്ലാഹുവിനെ നോക്കി കാണാം. അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അൽ തുലാറൂന ഫിൽ ഖബരി ലൈലത്തുൽ ബദർ. അല്ല, സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിനെ കാണാൻ വേണ്ടി പറ്റുമോ യാ റസൂലല്ലാഹ്? അൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ദർശിക്കാൻ വേണ്ടി പറ്റുമോ? അല്ലാഹുവിനെ കാണാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ തുലാറൂന ഫിൽ ഖബരി ലൈലത്തുൽ ബദർ, പൗർണമി രായിൽ ചന്ദ്രനെ കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമോ? സഹാബികൾ പറഞ്ഞു, ഇല്ല. ഫൽ തുലാറൂന ബിശംസി ലൈസ ദൂനഹാ സഹാബുൻ, കാർമേഘം മറയിട്ടില്ലായിരുന്നെങ്കിൽ സൂര്യനെ കാണുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ് ഫഇന്നകും തറൗനഹു കദാലിക്, അപ്രകാരം സൂര്യനെ നോക്കി കാണുന്ന പോലെ, ചന്ദ്രനെ പൗർണമി രായിൽ ചന്ദ്രനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഖുർആൻ പറയാൻ, തഹയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവർ അവനെ കണ്ടുമുട്ടുന്ന ദിവസം അവർക്കുള്ള അഭിവാദ്യം സലാമായിരിക്കും. വഅദ്ദ ലകും അജ്റൻ കരീമാ, അവർക്കവൻ മാന്യമായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാണാം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പരമകാരുണികളിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് അവർക്ക് സലാം ഉണ്ടായിരിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ യഖൂൽ ലി അഹ്ലിൽ ജന്ന യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഏയ് സ്വർഗ്ഗവാസികളെ. അപ്പൊ അവര് പറയും, ലബ്ബൈക റബ്ബനാ വസഅദൈക വൽ ഖൈറു ഫി യദൈക, അല്ലാഹുവേ നിന്റെ വിളിയാളത്തിന് ഞങ്ങൾ ഇതാ വീണ്ടും വീണ്ടും ഉത്തരം നൽകിയിരിക്കുന്നു. നിന്റെ വിളിക്ക് ഉത്തരമേകുന്നതിൽ ഞങ്ങൾ സൗഭാഗ്യന്മാരാണ്. നിന്റെ മുന്നിലാണ് ഞങ്ങളുള്ളത്, നിന്റെ കയ്യിലാണ് സകല നന്മകളും ഉള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, അൽ റളീതും, നിങ്ങൾ തൃപ്തിപ്പെട്ടുവോ? സ്വർഗവാസികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നേർക്ക് നേരെയുള്ള സംഭാഷണമാണ്. നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ അവര് പറയും, മാ ലനാ ലാ നർളാ യാ റബ്ബ്, റബ്ബേ ഞങ്ങൾക്ക് എന്ത് തൃപ്തി കുറവാണ്, ഇനി എന്ത് തൃപ്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത്? ഇതിനപ്പുറം മറ്റെന്ത് തൃപ്തിയാണുള്ളത്? വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിനൽ ഖൽഖിക, നിന്റെ സൃഷ്ടികൾ ഒരാൾക്കും നൽകാത്തത്ര നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇതിനപ്പുറം മറ്റെന്ത് ആസ്വാദനമാണ് നമുക്ക് വേണ്ടത്? എന്താണ് ഇതിൽ കൂട്ടാനുള്ളത്? ഒന്നുമില്ല അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി ഒന്നും ആവശ്യമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക, അതിനേക്കാൾ അതിശ്രേഷ്ഠമായത് ഞാൻ നിങ്ങൾക്ക് നൽകട്ടെയോ? ഫയഖൂലൂൻ, അപ്പൊ സ്വർഗ്ഗവാസികൾ പറയും, യാ റബ്ബ് വഅയ്യു ശൈഇൻ അഫ്ളലു മിൻ ദാലിക, ഇതിനേക്കാൾ അഫ്ളലായ, ഇതിനേക്കാൾ മഹത്തരമായ മറ്റെന്താണുള്ളത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉഹില്ലു അലൈക്കും റിളവാനി, അതെന്റെ തൃപ്തിയാണ്, അതെന്റെ തൃപ്തിയാണ്, എന്റെ പ്രീതി ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു, സമ്മാനിച്ചിരിക്കുന്നു. പല അസ്ഖത്തു അലൈക്കും ബഅദു അബദ, അതിൽ പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്നാണ്. സഹോദരന്മാരെ, യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിച്ചുപോയി അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മഹാസൗഭാഗ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സ്വർഗത്തെ പറ്റിയുള്ള വിഭവങ്ങൾ അതിലേറ്റവും ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടലാണ്. നമുക്കറിയാം, ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളും ഒരു പ്രവാചകനാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ കണ്ടിട്ടില്ല. ഇപ്പം നമ്മളൊക്കെ ഒരു ടൂർ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കടപ്പുറത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ പറയും, ഇവിടെ ഇരുന്നത് കാണുക ഒരു ഭംഗിയുള്ള വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ആസ്വാദ്യകമാണ്, മനസ്സിന് സമാധാനമാണ്. അത് സ്വർഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജമീലുൻ ഇന്ന അല്ലാഹ ജമീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭംഗിയുള്ളവനാണ്. അള്ളാഹുവിനെ കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് സ്വർഗവാസികളിലെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ.
സഹോദരന്മാർ, അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഖാനുഭൂതി എന്നാണ്. ഈ ദുനിയാവിൽ പല വിഷമതകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. എന്ത് കുടുംബത്തിന് തന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരാം. എന്ത് നമ്മൾ നന്നായി വർക്ക് ചെയ്താലും ചിലപ്പോൾ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ കേൾക്കേണ്ടി വന്നേക്കാം. എന്ത് നല്ല രീതിയിൽ നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന ഉദ്ദേശത്തിൽ എക്സസൈസും മറ്റും ചെയ്ത് നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ജീവിച്ചാലും മാരകമായ രോഗത്തിന് അടിമപ്പെട്ടെന്ന് വരാം. എന്നാൽ സ്വർഗം അതൊരു വിശ്വാസമുള്ള ആഗ്രഹമാണ്, തേട്ടമാണ്. ആ തേട്ടത്തിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും പരിണിതമായ, ഏറ്റവും കൃത്യമായ പ്രവർത്തനം അള്ളാഹുവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ മുഹമ്മദ്, ഏ മുഹമ്മദേ, ഇഷ്മാ ഷീത, താങ്കൾക്ക് ഇഷ്ടം പോലെ താങ്കൾ ജീവിച്ചോ, ഫൈന്നക മയ്യിത്ത്, താങ്കൾ മരിക്കും കേട്ടോ, താങ്കൾ മരിക്കും, താങ്കൾ ഇഷ്ടം പോലെ എടുത്ത് ജീവിച്ചോ. താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ താങ്കൾ സ്നേഹിച്ചോ, അവരുമായി വേർപിരിയും. നമ്മളിപ്പോൾ ഒരു മാഷാണെങ്കിൽ സ്കൂൾ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളവരായിരിക്കും, അവരുമായിട്ട് വേർപിരിയാനുള്ളതാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവരുമായി വേർപിരിയാനുള്ളതാണ്. നമുക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരുമായിട്ട് നമ്മൾ എന്താണ് വേർപിരിയാനുള്ളതാണ്. താങ്കൾ പ്രവർത്തിച്ചോ, പക്ഷെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെയും എന്തുണ്ട്, പ്രതിഫലമുണ്ട്. ദുനിയാവിൽ നിന്ന് നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചാൽ അതിനനുസൃതമായ പ്രതിഫലമുണ്ട്. ദുനിയാവിൽ നിങ്ങൾ തിന്മ പ്രവർത്തിച്ചാൽ അതിനനുസൃതമായിട്ടുള്ള ശിക്ഷയുണ്ട്. വായിളം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ, ഒരു വിശ്വാസിയുടെ ഫളില്, വിശ്വാസിയുടെ മഹത്വം എന്ന് പറയുന്നത് അത് രാത്രി നിസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളോട് ഒന്നും ചോദിക്കാതിരിക്കലാണ്, ജനങ്ങളോട് ഒന്നും ചോദിക്കാതിരിക്കലാണ്. സഹോദരന്മാരെ, പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, സബുഹും യജ്രി ലി അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രി ബഅദ മൗതിഹി. 7 കാര്യങ്ങൾ അയാളുടെ ഖബറിൽ പോലും അയാൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടേയിരിക്കും, പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഏതാണ്? മൻ അല്ലമ ഇൽമൻ, താൻ പഠിച്ചതും പ്രചരിപ്പിച്ചതുമായ സംഗതി, താൻ പഠിച്ചത് പഠിപ്പിച്ച സംഗതി. ഔ അജ്റ നഹ്റൻ, അല്ലെങ്കിൽ ഒരാൾ ഒരു തോട് വെട്ടി, ഒരു പുഴ വെട്ടി, വെള്ളത്തെ ഒഴുക്കി, അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഔ അഫറ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു, മറ്റുള്ളവർക്ക് നൽകി, ഒരു വെള്ളം നൽകി, മറ്റുള്ളവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം നൽകി, അതിനുള്ള പ്രതിഫലം ഖിയാമത്ത് നാളിൽ, മഹ്ശറിൽ, അതുപോലെ തന്നെ ഖബറിൽ അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ ഖറസ നഖ്ലൻ, ഒരാളൊരു മരം നട്ടാൽ അതിനുള്ള പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, വിജനമായി വെക്കാനുള്ള ഭൂമി, അതിൽ മരം വെച്ച് പിടിപ്പിക്കുക, അതിന് പോലും പ്രതിഫലമുണ്ടെന്ന. ഔ ബനാ മസ്ജിദൻ, അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ അതിനും പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ അയാളുടെ കിതാബ് ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ, അത് അയാൾ എന്താക്കി അത് വിതരണം ചെയ്തു, അതിനും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മകനെ ഉപേക്ഷിച്ചു കൊണ്ടാണ് അയാൾ മരിച്ചു പോകുന്നെങ്കിലേ അതിനും പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സ്വർഗത്തിന് വേണ്ടിയുള്ള പണിയെടുക്കുന്നതിൽ നിരന്തരമായ ജാഗ്രത നാം കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയുള്ള മഹത്തായ തൗഫീഖ്, അനുഗ്രഹം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കുക. തൗഹീദ് വിശ്വാസം പഠിക്കുകയും അതിൻ്റെ ഒരു വക്താക്കളായി മറ്റുള്ളവരെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പണിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സദാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാരോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കാം. അല്ലാഹുവേ, നമ്മളിൽ നിന്ന് ജീവിച്ചെടുക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും
ആരോഗ്യ സൗഖ്യം നീ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ ഫദ്ല് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ സ്വർഗം ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ സ്വർഗം ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾക്കും നമുക്ക് മുമ്പ് മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ സ്വർഗം നൽകി ജന്നാത്തുൽ ഫിർദൗസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.